ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ഇത് മുട്ട റോസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള മുട്ടക്കറി എന്നോ എന്തും പറയാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ്. സാധാരണ നമ്മൾ സവാളയൊക്കെ ചേർത്തിട്ടല്ലേ മുട്ടക്കറി ഉണ്ടാക്കുക. ഇത് അങ്ങനെയല്ല, ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് റംജയുടെ റെസിപ്പിയാണത്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അതായത് 1/4 കിലോ ചെറിയ ഉള്ളി. ഇത് സവാള വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയുടെ ആ ടേസ്റ്റും സവാളയുടെ ടേസ്റ്റും രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി പെട്ടെന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുള്ള വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടും. അപ്പോൾ വൃത്തിയാക്കിയതിൻ്റെ ശേഷം നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല നീളത്തിൽ തന്നെ അരിയണം. വല്ലാതെ നൈസായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചെറിയ ഉള്ളി വാങ്ങുമ്പോൾ കുറച്ച് വലിപ്പമുള്ള ചെറിയ ഉള്ളി നോക്കി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നേരിയൊക്കെ എടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇതേപോലെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇതിൽ ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. അപ്പോൾ വഴറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കണം. അപ്പോൾ ഈ ഒരു കറി നമ്മൾ സാധാരണ കുറേ മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മസാല മാത്രമേ ചേർക്കുള്ളൂ. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവണം. ഇതിങ്ങനെ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ഇത് ബ്രൗൺ ആക്കല്ല, നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇതത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് വഴറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ബാക്കി ചേരുവകൾ ചേർക്കാം. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 2-3 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചെറുതായിട്ട് അരിയാം, അല്ലെങ്കിൽ നീളത്തിൽ കീറിയിട്ടാലും മതി. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതേപോലെ വഴറ്റാൻ. അങ്ങനെ ആകുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നന്നായിട്ട് വഴന്നിട്ട് ചെറുതായിട്ട് ആ കളറൊന്ന് മാറാൻ തുടങ്ങിയാൽ മതി. ബ്രൗണൊന്നും ആക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 നല്ല പഴുത്ത തക്കാളിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് തക്കാളിയുടെ അളവ് കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ 2 വലിയ തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് ഇനി ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ആദ്യം ഒന്ന് നന്നായിട്ട് വഴറ്റുക, പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിക്കുക കേട്ടോ. അധികം വെള്ളം ഒഴിക്കരുത്. അപ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. അടച്ചു വയ്ക്കാം. അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തിട്ട് എണ്ണ നന്നായിട്ട് തെളിയണം കേട്ടോ. അപ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ കുറേ മസാലപ്പൊടി ഒന്നും ഇതിൽ ചേർക്കണില്ല. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ കുറച്ച് എരിവുള്ള മുളക് പൊടിയും പിന്നെ അധികം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ കളറ് കിട്ടണമെങ്കിൽ കുറച്ച് നല്ല കാശ്മീരി ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്ത് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക. എന്നിട്ട് ഇത് ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇപ്പോൾ ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിൽ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഈ കറി ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുള്ള കറി അല്ല കേട്ടോ. ഞാനത് ആ മസാല ആ മുട്ടയുടെ മീതെ ഒന്ന് പുരണ്ടിരിക്കുന്ന പരുവത്തിലാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു കൊഴുപ്പുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ആ കറി നല്ലൊരു കൊഴുപ്പോട് കൂടിയിട്ടുള്ള കറിയായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു. അപ്പോൾ കണ്ടില്ലേ, അതിങ്ങനെ ഒരു പുരണ്ടിരിക്കണ ആ ഒരു പരുവത്തിലുള്ളൊരു മസാല നമുക്ക് കിട്ടും. എണ്ണ തെളിയണം. അപ്പോൾ അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ തെളിയാതെ നമ്മൾ മുട്ട ചേർക്കരുത്. അപ്പോൾ കറി നല്ല എണ്ണ തെളിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ പച്ച വാസനയൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ട് ഏറ്റവും അവസാനം പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടി നല്ല ഫ്രഷായ പൊടി തന്നെ ചേർക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക കേട്ടോ. 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റേ ചേർക്കാവൂ. പെരുംജീരകം ചേർത്തതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കുറേ നേരം കുക്ക് ചെയ്യരുത്, അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൽ വെളുത്തുള്ളി ചേർക്കാൻ പാടില്ല, അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കില്ല, അതുപോലെ തന്നെ ഗരം മസാലയും ചേർക്കില്ല. അപ്പോൾ ഈ കാണിക്കുന്ന മസാല മാത്രമേ ഇതിൽ ചേർക്കുള്ളൂ. അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് മുട്ടയും കൂടിയും ചേർക്കുക. മുട്ട വേവിച്ചത് ഞാൻ 4 എണ്ണമാണ്. അത് മീതൊന്ന് വരഞ്ഞതിൻ്റെ ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ട ചേർത്തതിൻ്റെ ശേഷം വേണമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം, ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അത് മസാലയും മുട്ടയും ഒക്കെ കൂടിയിട്ട് ഒന്ന് പുരണ്ടിരിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഈ കറി ഉണ്ടായിരിക്കുക. ഇതിൽ ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ഇതൊരു 4 പേർക്ക് കഴിക്കാൻ കറക്റ്റാണ്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം കുറച്ച് പച്ച കറിവേപ്പില ചേർക്കുക, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും ചേർക്കുക കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഈ കറിക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടാണ് ഉള്ള കറിയാണ്. മസാല അധികം ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ പറ്റിയൊരു കറിയാണ്. നമുക്ക് തോന്നുന്നില്ല ഇത് അധികം മസാല ഇല്ലയെന്ന്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ നല്ലതാണ്, അപ്പത്തിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്